ജയറാം രമേശ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമോ? बोलिए सर। As authorized by the members of the CLP in Kerala, the High Command of the Congress has completed all discussions, and the decision on who the next Chief Minister of Kerala will be announced tomorrow. ഇന്നില്ല, നാളെയാണ് പ്രഖ്യാപനം. അപ്പോൾ നേരത്തെ പറവൂരിൽ വന്ന മെസ്സേജും രമേശിന്റെ വീട്ടിൽ വന്ന മെസ്സേജ് പറയൂ. തീർച്ചയായും ഇപ്പോൾ ജയറാം രമേശ് തന്നെ AICCയുടെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം മേധാവി തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. പ്രഖ്യാപനം നാളെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നതിനുള്ള ഉത്തരം 11ാമത്തെ ദിവസം എന്ന് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ജയറാം രമേശ് ഇത്തരത്തിൽ ഇവിടെ എത്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം അത് കൃത്യമായി പറയുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തി അദ്ദേഹം പ്രതികരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് അതിന് സാധിച്ചിരുന്നില്ല. വലിയ തിരക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ഒരു അല്പസമയത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്ന് പറയാൻ വന്ന കാര്യം കൃത്യമായി പറഞ്ഞു. അതായത് ഇനി പ്രഖ്യാപനം നാളെ. വെറുതെയല്ല ഈ നേതാക്കൾക്ക് ആർക്കും ഫോൺ വിളികൾ പോവാഞ്ഞത്. ഇന്ന് രാത്രി ഒരു പക്ഷേ ആ ഫോൺ വിളികൾ നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ ഉണ്ടാകും ആ പ്രഖ്യാപനം എന്ന് തന്നെയാണ് ഇപ്പോൾ AICC ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ ശ്വാസം വിടാനുള്ള സാഹചര്യം ഉണ്ടായി. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ശ്വാസം വിടാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് പറയാം. നാളെ ഉള്ളൂ. ഇനി പാതിരാത്രി ഉറക്കമഴിഞ്ഞ് കാത്തിരിക്കേണ്ടത്. അപ്പോൾ ഇന്ന് രാത്രി വീണ്ടും ചില ഫോർമുലകൾ വർക്കൗട്ട് ചെയ്യും എന്ന് വേണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ പുതുതായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടാകാം. അപ്പോൾ എങ്ങനെ മറ്റു രണ്ടുപേരെ സെറ്റിൽ ചെയ്യും എന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കുള്ള വഴി തുറക്കുകയല്ലേ വിഷ്ണു? തീർച്ചയായും. കാരണം എന്തായാലും ഈ 3 പേരിൽ ഒരാൾക്കേ മുഖ്യമന്ത്രിയാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബാക്കി 2 പേരുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ റേസിൽ മുൻനിരയിലുള്ള ബാക്കി 2 പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അവർക്ക് എങ്ങനെയായിരിക്കും AICC നേതൃത്വം, കോൺഗ്രസ് എങ്ങനെയായിരിക്കും പരിഗണന നൽകാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അവസാന നിമിഷം വരെ ആത്മവിശ്വാസത്തിലുണ്ടായിരുന്ന ചില നേതാക്കൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന KPCC അംഗങ്ങളെത്തി രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷം ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത് കാത്തിരിപ്പ് വേറെ മാറുന്നു. അതിൻ്റെ ആകാംക്ഷ അല്ലെങ്കിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച നേതാക്കളിൽ പലർക്കും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. പക്ഷേ എല്ലാവർക്കും തുല്യമായി ഒരേപോലെ സസ്പെൻസ് വീതിച്ച് നൽകാൻ AICCക്ക് സാധിക്കുന്നു എന്നതായിരുന്നു അന്നത്തെ ഘട്ടം. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടിക്കാഴ്ച നടത്തിയത് ആ മുൻകാല KPCC പ്രസിഡന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ്. ആ കൂടിക്കാഴ്ചയിൽ എന്താണോ രാഹുൽ ഗാന്ധി കേട്ടത്, എന്താണോ രാഹുൽ ഗാന്ധി അറിഞ്ഞത്, അത് AICC അധ്യക്ഷനെ അറിയിച്ചിരിക്കുകയാണ്. ആ അറിയിച്ചതിന് പുറത്ത് ആ ചർച്ചയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു രാത്രിയുടെ കാത്തിരിപ്പ് ദൂരം കൂടി മുൻപിലേക്ക് എത്തുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പ്രവർത്തകർക്ക് ഒരു അറിയിപ്പ് നൽകാൻ നാളെ പകൽ വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഇന്ന് അർദ്ധരാത്രിയോട് കൂടി ഉണ്ടാകുമെന്ന ചില തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവയെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ. കാരണം നാളെയാണ് പ്രഖ്യാപനം. ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം അല്ലേ? ജയറാം രമേശിന്റെ വാക്കുകളാണ്. പിരിമുറുക്കമേറിയ മണിക്കൂറുകൾക്കൊടുവിൽ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കും. The Congress has completed all discussions, and the decision on who the next Chief Minister of Kerala will be announced tomorrow. എല്ലാ ചർച്ചകളും പൂർത്തിയാക്കി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. നാളെ പ്രഖ്യാപനം. അതായത് ഇനി ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഇല്ല, ഇനി അനിശ്ചിതത്വമില്ല. ഹൈക്കമാൻഡ് തീരുമാനിച്ചു, പ്രഖ്യാപനം നാളെ.